സിലിണ്ടേഴ്സ് ഉണ്ട്. ഈ കാണുന്നത് മുഴുവൻ പല കളറിലുള്ള വെറൈറ്റി കളറിലുള്ള കളർ സിലിണ്ടേഴ്സ് ആണ്. ഇവിടെ പിങ്ക് കളറിലുണ്ട്, യെല്ലോ കളറിലുണ്ട്, ബ്ലൂ കളറിലുണ്ട്, പിന്നെ ഗ്രീൻ കളറിലുണ്ട്, വയലറ്റ് കളറിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയ സിലിണ്ടേഴ്സ് ആണ്. ഇതിന്റെ ഉള്ളിലാണ് ഇന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഈ ഓരോ സിലിണ്ടേഴ്സിന്റെ ഉള്ളിലായിരിക്കും ഒളിക്കുക. ഒരാൾക്ക് വിശാലമായിട്ട് ഒളിച്ചു നിൽക്കാനുള്ള സ്ഥലം ഈ ഒരു സിലിണ്ടറിന്റെ ഉള്ളിലുണ്ട്. ഇത് ഹൈറ്റ് 5ക്ക് കറക്റ്റ് ആയിട്ട് നേരെ നിൽക്കുക. എനിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിൽക്കാട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ശ്രീ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് നിൽക്കാൻ വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഇതിൽ ഒരാളായിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്, ബാക്കിയുള്ള 2 പേര് ഒളിക്കായിരിക്കും ചെയ്യുന്നത്. ഈ ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് സമയവും 3 ചാൻസസും ആയിരിക്കും ഉണ്ടാവുക. അതായത് 3 മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ 3 ചാൻസസ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരാളെങ്കിലും കണ്ടുപിടിക്കണം. അഥവാ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കണ്ടുപിടിക്കാൻ പോയ ആള് പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. ഇനി അഥവാ ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ആള് പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. അടുത്ത റൗണ്ടിൽ കള്ളനാവേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പണിഷ്മെന്റ്. പല കളറിലുള്ള പെയിന്റ്സ് ഉണ്ട്. ഇത് ആരെയാണ് കണ്ടുപിടിക്കുന്നത് അവരെ മുഖത്ത് തേക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് 3 കളറിലുള്ള സ്നോ സ്പ്രേ ഉണ്ട്. ഇത് പുതുതായിട്ട് സൽ ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. യെല്ലോ കളറിലുള്ള സ്നോ സ്പ്രേ ഉണ്ട്, റെഡ് കളറിലുള്ളതുണ്ട്, പിന്നെ വൈറ്റും ഉണ്ട്. സാധാരണ നമ്മളെപ്പോഴും വൈറ്റ് അല്ലേ വെക്കല്. അപ്പൊ ഈ പ്രാവശ്യം വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കാക്ക യെല്ലോ കളറും റെഡ് കളറും വെച്ചിട്ടുണ്ട്. ഇതൊരു ഡബോ ഞാൻ വേണം വരെ മേത്തടിച്ചിട്ട് അല്ല, ഞാൻ ഇതിൽ അടിച്ചിട്ട് കാണിച്ചതാ. റെഡ് കളർ. പിന്നെ ഇതാണ് നമ്മുടെ ആയുധമായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിലിണ്ടർ ഡൗട്ട് തോന്നിയാല് ഇത് വെച്ചിട്ട് നേരെ ഇങ്ങനെ ഒരു അടി കൊടുത്തിട്ട് നമുക്ക് ആളുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആടി വിലയില്ല, ആളുണ്ടെങ്കിൽ വേറെ ആളെ വിലയാത്ത. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിം വരുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ആരാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് ലോട്ടറി ആയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്യാം. 5 സെലക്ട് ചെയ്തോ. എനിക്ക് ആദ്യം വിളിക്കണം എന്നാട്ടോ. കണ്ടുപിടിക്കണം ഭയങ്കര ഞാൻ ഇഷ്ടമല്ലാന്ന് അതിന് മുടക്കല്ല. ഒന്നുകൂടെ ലോട്ടറി. എനിക്ക് ഒളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ട്, അതുകൊണ്ടാ. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. അതുണ്ടാവുമല്ലോ. എന്തായാലും ഇവർക്ക് അടി കൊടുക്കാനുള്ള ചാൻസ് ആണ് ഗൈസ്. അപ്പൊ ഞാൻ പുറത്തു പോയി നിൽക്കവർ ഒളിച്ചോട്ടെ കേട്ടോ. ആയുധം കൊണ്ട് പോകണ്ടേ? ആയുധം ഞാൻ വന്നിട്ട് എടുത്തോളാം. ബൈ. നമുക്ക് ഒളിക്കാനുള്ള സമയമാണ്. ഞാനേ എല്ലാം ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ഒളിക്കും. എനിക്ക് ടെൻഷൻ. ഇതോള് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഇതിൽ ഒളിക്കാം. ശ്രീ ഞാൻ ഇതിൽ ഒളിക്കട്ടെ. ഇതിൽ ഈ കോർണറിലുള്ള നീല ഞാൻ എടി ഈ അടുത്ത് ഇതിൽ ഒളിച്ചോ. എന്തിലാക്ക്. ആദ്യം ഇവിടെ ഇതിന്റെ ഉള്ളിലാക്കാം. ഓക്കെ, ഞാൻ റെഡി. റെഡി അല്ലേ? ഞാനിവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് നേരെ വെച്ചിട്ട് പോണേ. നല്ല നേരത്തെ കണ്ടുപോലില്ലേ? പൊസിഷൻ ഒന്നും മാറില്ലേ? ഓള് ചിലപ്പോ എല്ലാം നോക്കി വെച്ചിരിക്കും പോയിണ്ടാവാ. അത് ചിലപ്പോ ഓള് പെട്ടെന്ന് ഒന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതില് 5 ഞാൻ അടുത്തുള്ള യെല്ലോലുണ്ട് കേട്ടോ. എടി ഉറക്കം പറയല്ലേ. അല്ലല്ല, ഓള് പുറത്താ കേൾക്കൂല. അല്ല, നേരെ ആക്കിച്ചിട്ട് പോ. നേരല്ലേ? സല്ലു, എന്നെ കണ്ടിട്ട് ഒരു അപാകതയും തോന്നുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? പുറത്തുനിന്ന് സെറ്റാ. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകൂട്ടോ. അതുകൊണ്ട് ശ്വാസം വരെ പിടിച്ചു നിൽക്കണം. ഓക്കെ അല്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആയുധം എടുക്കട്ടെ. ഇവിടുന്ന് നോക്കിട്ട് ഒന്നും മനസ്സിലാവണില്ല ഗൈസ്, ഏത് സിലിണ്ടറിലാന്ന്. ഞാൻ ആദ്യം ഒന്ന് ചുറ്റിനും നടന്നു നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും ശബ്ദം കേട്ടാലോ? ഇതിനെന്തോ ഒരു ഇളക്കം തോന്നി. നോക്കട്ടെ, ആദ്യം ഒന്ന് ഞാൻ നടന്നു നോക്കട്ടെ. ഫസ്റ്റ് തന്നെ ഇത് സെലക്ട് ചെയ്യാട്ടോ. സെലക്ട് ചെയ്യട്ടെ, അടിക്കട്ടെ. ഓ, ആരില്ല. അത് വീണ്. ഇനി അടുത്തത് എനിക്കിനി 2 ചാൻസ് ഉള്ളു. ആ 2 ചാൻസിൽ ഞാൻ കണ്ടുപിടിക്കണം. ഇത് നല്ല വൃത്തിയിൽ വെക്കുന്ന പോലെ തോന്നില്ലേ? അപ്പൊ ഇതൊന്ന് അടിച്ചോ കേട്ടോ. അല്ലേ, വേണോ? ഇത് 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 സെലക്ട് ചെയ്യാം. റെഡി? ശ്രീയ അങ്ങനെ 2ാമത്തെ ചാൻസില്ല. ശ്രീനെ കണ്ടുപിടിച്ചേ. ഇനി എനിക്ക് ഒരൊറ്റ ചാൻസ് കൂടെ ബാക്കിയുണ്ട്. അടുത്തത് സെലക്ട് ചെയ്യാം. ഞാൻ ആ ഗ്രീൻ സെലക്ട് ചെയ്യാം.
ഓക്കെ അടിക്കട്ടെ. ഇല്ല 5 ഇല്ല. ഉണ്ടോ? ഇല്ല 5. പോരെ, ഞാൻ ശ്രീനെ കണ്ടുപിടിച്ച്. ഞാൻ പെട്ട് പോരണേ. ഓ, ഞാനത് ആലോചിച്ചിട്ടുണ്ട്. ഞാനത് ആലോചിച്ചിട്ട് guys. പക്ഷെ ആരും സെലക്ട് ഇല്ല. കുഴപ്പമില്ല, ഏതായാലും ശ്രീ ആണല്ലോ. ശ്രീ പുറത്തിറങ്ങിക്കോ. ആദ്യമായിട്ടൊന്ന് ഹൈഡ് ആൻഡ് സീക്കിൽ ഞാൻ ഒരാളെ കണ്ടുപിടിക്കുന്നല്ലേ. ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാനെന്താ അറിയോ, അവിടെ അടി പിടിക്കപ്പോ ഞാൻ വെച്ച് ദൈവമേ എന്തപ്പോ പിടിക്കേണ്ട കാര്യം തൊട്ടടുത്തുള്ള എപ്പോഴും ശ്രദ്ധിക്കുന്ന. പിന്നെ പച്ചാ നിറു പോയപ്പോ അല്ല, പച്ച ഇങ്ങനെ ഇളകുന്ന പോലെ കണ്ടു ഗൈസ്. പക്ഷെ അന്ന് നല്ല നീറ്റിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇളക്കത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. ഉള്ളിൽ ആളുണ്ടെങ്കിലും പുറത്താണെങ്കിലും ഇളകും. അത് ശരി. അതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത്. ഇനി ശ്രീക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഏത് കളർ വേണം? എന്താ ഫോം വേണോ? കളർഫുൾ ഫോം വേണോ? ഏതാ വേണ്ടത്? അല്ല വെറൈറ്റി സാധനം. ഞാൻ പറയുമ്പോ ഇതുകൊണ്ട് ഇവിടെ പൂച്ചയുടെ പോലെ കുറച്ച് ഫോമും കൂടെ വെക്കാം. നമ്മള് റീലൊക്കെ കാണലില്ലേ ഇങ്ങനെ വെച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഡിസൈൻ. പക്ഷെ ഡിസൈനിൽ ഞാൻ വരയ്ക്കൂല, ഞാൻ എന്റെ ഇഷ്ടമുള്ള പോലെ വരയ്ക്കും. സ്നേഹമുണ്ട് പർപ്പിൾ കളർ. പർപ്പിൾ കളർ ഞാൻ എടുക്കുന്നത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. മീശ മതിയൊക്കെ പൂച്ചേനെ ഇഷ്ടം. മീശ മതില്ലേ? അതാ നല്ലത്. അന്നെ കയ്യിൽ കിട്ടും. അത് ആലോചിക്കണം ഷാമി. അപ്പൊ ഞാൻ കൊളാക്കി തരും. ഈ മുഖത്തുള്ള പെയിന്റ് വെച്ചിട്ട് വേണ്ട ബാക്കി കണ്ടുപിടിക്കാൻ. ചിരി ഒന്നും ഒഴിവാക്കും, അല്ലെങ്കിൽ നീറ്റിൽ വരയ്ക്കാൻ പറ്റും. മീശ വരയ്ക്കുമ്പോൾ കള്ളന്മാരാരുണ്ട്. എനിക്കിത് കാണിച്ചു തരൂ. കലാകാരിയാ. നല്ല രസമല്ലേ? അടുത്ത പ്രാവശ്യം പിടിക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് കൊടുത്താൽ മതി. അത് റെഡ്. അത് കറുപ്പുണ്ട്. കറുപ്പില്ലല്ലേ? കുഴപ്പമില്ല, റെഡ് കൊണ്ട് കൊടുക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി തരും. ഞാൻ കളർ വാങ്ങാൻ വേണ്ടി വരാം. പോയിക്കോളൂ. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഗൈസ്. എന്തെങ്കിലും ഇതേപോലെ ഒരു പ്രിന്റ് ഇവരെ മൊത്തം വരയ്ക്കാനുണ്ട്. പോയി വിളിച്ചോളൂ. ഞാൻ പുറത്തേക്കാൻ പോവാണ് ഗൈസ്. ഗൈസ് ശ്രീ പുറത്ത് പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് വിളിക്കാം. ഇതിലിപ്പോ ഏതിലാണ് ഗൈസ് വിളിക്കാം? ഇതിലാ നേരത്തെ ശ്രീ നിന്ന്, അപ്പൊ അത് വേണ്ട. ഞാൻ നേരത്തെ അയില് നിന്ന്. അപ്പൊ ഞാൻ ഇതിന് ഇതിനൊരു നീറ്റ് ഇല്ലല്ലോ. ഇതിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നീറ്റ് ആയി കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കും പിങ്കിൽ നിൽക്കാം. അപ്പൊ രണ്ടും ഒരേ കളർ ശ്രമിക്കൂല. ശരി, ഈലുന്നോ? ഞാൻ ഇതിൽ നിക്കാൻ പറ്റൂലെന്ന്. നിക്കാൻ പറ്റില്ലേ? ഇല്ല, അത് ഇത് ഞാൻ ഇതിൽ നിന്ന് കഴിഞ്ഞത് ഭയങ്കര നീറ്റിൽ നിൽക്കും. അപ്പൊ നീറ്റ് ഇല്ലാത്തതിൽ നിൽക്കാം. അങ്ങനെയാണ് ഏതൊരു കളർ പറയാം, ഒരേ കളറിൽ വിളിക്കാം. ഇപ്പത്തെ ടാക്ടിക്സ് അങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഒരേ കളറിൽ വിളിച്ചോ. ഞാൻ പറയാം, ഒന്ന് ഇതില് ഒന്ന് അതില്. അതെന്താ സംബന്ധിച്ചാല് ഫസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ നിൽക്കുന്നു പ്രതീക്ഷിക്കൂല. അത് ശരിയാ. അപ്പൊ ഞാൻ ഈലിക്കാം. ഞാൻ അടിയിട്ടാ ഞാൻ ബാക്കിലില്ല. എന്തായാലും ബാക്കിലുള്ളതാണ് എനിക്ക് തോന്നുന്നു സെലക്ട് ചെയ്യണം. 5 എഴുതാടെ. എന്തായാലും ഒരേ കളർ എന്നുള്ളതാണ് ഇവിടെ ഇപ്പത്തെ ടാക്ടിക്സ് കിട്ടും. എന്നെ ഇതിന്റെ ഉള്ളിൽ ആക്കിട്ട് പോകും. നോക്കാം, പൊസിഷൻ നോക്കണേ. ഞാൻ റെഡി ആക്കി വെച്ചോളാം. കണ്ടുപിടിക്കും. ഇവിടെ തന്നെ അല്ലേ ഇത്? കുറച്ചും അപ്പുറത്തേക്ക് കഴിഞ്ഞോ? കുറച്ചും കൂടെ നടക്ക്. എങ്ങോട്ട്? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വാ. കുറച്ചും കൂടി. ഏതേലും ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. അവിടെ കറക്റ്റ്. ഇത് റെഡി ആയില്ല. ഇങ്ങനെ നിന്നോ? ഇങ്ങനെ നിന്നാ മനസ്സിലാവൂല. ഓക്കെ ശരി. കൊലക്ക് കൊടുക്കുവോ? ഇനി ഗൈസ് ഞാൻ ഇതിനുള്ളിൽ കയറട്ടെ കേട്ടോ. ഞാൻ ഇങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ ശ്രീനെ കാണാം. അപ്പൊ നമുക്ക് കുറച്ചിങ്ങനെ കുഞ്ഞിക്കാം. ഇവരെ കണ്ടുപിടിച്ചിട്ട് വേണം. ഇല്ലെല്ലാം കൂടെ കള്ളം കൊച്ചുണ്ടീനെ പോലെ ആക്കിയിട്ടുണ്ട്. കണ്ടുപിടിച്ചിട്ട് വേണം ഇതേ സാധനം ഒന്ന് ഓർക്കൊന്ന് വരഞ്ഞു കൊടുക്കാൻ. ഇതില് ആദ്യം ഭയങ്കര പെർഫെക്റ്റ് ആയി നിൽക്കില്ലേ സല്ലോ? ഇവിടുന്ന് ഒരക്കം കേട്ടില്ലേ? ഞാൻ ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യാം. ഇതായിരിക്കും. ഞാൻ ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. ഇനി ഒറ്റൊരാളെ കൂടെ കിട്ടണമെങ്കിൽ ഇല്ല, എനിക്ക് 3 ചാൻസ് അല്ലേ, ഒന്നല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. സംഭവം എന്താണെന്നറിയോ? എനിക്ക് എന്താ പറ്റിയെന്നറിയോ? എനിക്ക് ഇതിനുള്ളിൽ കയറിയപ്പോ ചമയ്ക്കാൻ വന്നേ, അതാ എനിക്ക് ശ്വാസം കിട്ടാഞ്ഞത്. ഇതിൽ 5 നേരത്തെ നിന്നല്ലേ, ചിലപ്പോ ഇതിൽ നിൽക്കാൻ ചാൻസ് ഉണ്ടെങ്കിലോ? അല്ലേ, ഞാൻ ഒന്ന് അടിച്ചോക്കട്ടെ. അടുത്തത് ഇത് ആരില്ല. ഇതിൽ ഞാൻ നിന്നതാണ്, പക്ഷെ എന്റെ 3ാമത്തെ ചാൻസ് കൂടെ പോയി പോവും. എന്നാലും ഈ ഇന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് തുടക്കത്തിൽ എങ്ങനെ പോയി നിന്നിട്ടുണ്ടെങ്കിലോ? ഇല്ലേ,
അപ്പൊ ഇതെടുക്കാം. 3 ചാൻസ് കഴിഞ്ഞു. ആൾക്കത് വേണടി ഇവിടെ ഇന്നോടില്ലേ ഫ്രണ്ടിൽ ഞാൻ നിക്കഞ്ച് ബാക്കിലാകുമ്പോൾ അടി കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയതാ. ഞങ്ങൾ രണ്ടാളും ഒരേ കളറിൽ നിന്നതാ. ശ്രീ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഒന്നിനെ എന്തായാലും എന്റെ കയ്യെ കിട്ടി. ഇനി ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇന്നെ ഇറക്കി വിട്. ശ്രീ കമോൺ ഷാമിക്ക് 2 മീശ വരച്ചു കൊടുക്കാം. മീശ വരച്ചു. ഇവളെ അതിബുദ്ധി ഒന്ന് ആലോചിക്കണം. സല്ലിക്ക് കേട്ടല്ലേ ഈ 2 കളർ എടുക്കാന്ന് പറഞ്ഞിട്ടോ ഞാന്. അപ്പൊ ഇവിടെ എന്നോട് അറിയാം 5 ഞാൻ ഇതിൽ നിൽക്കാം. അപ്പൊ ഫ്രണ്ടിലാകുമ്പോൾ ശ്രദ്ധിക്കുക 5 ബാക്ക് പോയി അടി കിട്ടുന്നു. ആണല്ലേ? അങ്ങനെ എന്തായാലും സാരില്ല. മീശൊക്കെ വരച്ചെടുത്ത കണ്ടപൂച്ചനെ ഇപ്പൊ കാണാൻ വേണ്ടിട്ട്. ഷ്യാമിന്റെ ഫേവറേറ്റ് കളർ എന്തായിരുന്നു? പിങ്ക് അല്ലേ? അല്ല നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പിങ്ക് ഉണ്ടാക്കിയാലോ? എന്നാല് വേണ്ട. ഇവിടെ ആർട്ട് വേണ്ട. ഏതെങ്കിലും കളർ തേച്ചോളല്ലേ. എന്നാ പിന്നെ പർപ്പിൾ. ഇപ്പൊ അപ്പൊ തന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ റെഡ് എടുക്കാം. അല്ല റെഡ് നല്ല രസം. ശ്രീക്ക് പർപ്പിൾ സെലക്ട് ചെയ്യുന്ന ശ്രീക്ക് ഇഷ്ടമുള്ളതല്ലേ. സ്നോ സ്പ്രേ എടുക്കാത്തെ ആർക്കറിയാം. അത് അണക്ക് കിട്ടുമ്പോ സ്നോ സ്പ്രേ എടുക്കാം. മുഖം നല്ലോണം വെച്ചോ. അങ്ങനെ വെച്ചാൽ ശ്രീ എന്റെ കഴിവ് പുറത്തെടുക്കാനുള്ള നല്ല തണുപ്പ്. കൈ വിറക്കുന്നു. കവളത്താ മീശ. ഇന്നെല്ലാം ഒന്ന് മൂക്കിൽ ഇവിടെ വരണോ? വേണ്ടല്ലേ? ഇപ്പൊ തൽക്കാലം അടുത്ത പ്രാവശ്യം കിട്ടുമ്പോ ഞാൻ അതും കൂടെ വരച്ചു. ഓക്കെ അപ്പൊ രണ്ടാളും ആയി. മീശ വരച്ച് വെക്കുമ്പോ ഇവളും കൂടെ വേണ്ട. അതിനുണ്ടാ വേറെ ഒന്നുണ്ടല്ലോ. പിന്നെ ആയുധം കൊണ്ട് വയ്ക്കോ? ആയുധം എടുത്തോ. ചെല്ലി ബൈ. ഇനി വളരെ സൂക്ഷിച്ച് വേണം വിളിക്കാൻ. ഞാനാണ് ഇനി ഇവരെ അതെ അന്യാണോ നോക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ആ 2 എണ്ണം എങ്ങനെയോ സേഫ് ആയി കിട്ടി. ഞാൻ ഇവിടെ വിളിച്ചാലോ? ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് ചിലപ്പോ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നോട് ഊഹിക്കും. ഞാനേ ഇതിൽ വിളിക്കട്ടെ. ഇതാവുമ്പോ തുടക്കത്തിൽ തന്നെ അടിയിട്ടിട്ട് ഒന്നെങ്കിൽ മീശ വരയ്ക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടും. എന്തെങ്കിലും ഒന്ന് നടക്കും. ഞാൻ ഇതിൽ വിളിക്കാട്ടോ. ഞാൻ ആക്കി തരാം. ഇല വിളിക്കുന്ന ഒന്ന് തീരുമാനമാക്കിട്ട് പോകുന്നെങ്കിൽ സമാധാനം. ഞാൻ ഇതിൽ വിളിച്ച ഓള് ചെലപ്പോ വന്നടിക്കും. ഏത് പച്ചാ അത് വേണോ? വേണ്ടേ? വേണോ? ഞാൻ ഇതിലാക്കാം. അയില നേരത്തെ ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഒളിച്ചോ ചിലപ്പോ അതിന്റെ ഒരു ഗുണം അതിനുണ്ടാവും. കാലിന്റെ മുകളിലാട്ടും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. 2 തവണ ഞാൻ കഴിച്ചില്ല. ഇനി 3ാമത്തെ തവണ ക്രൂഷ്യലാണ് ഗൈസ്. എന്താന്ന് നോക്കാം. ഞാൻ വിളിക്കട്ടെ. എനിക്കിനി മൊത്തം മീശ വേണ്ട. ചല്ലോ. അതെ കറക്റ്റ് സ്ഥലത്ത് തന്നെയല്ലേ? സ്ഥലം മാറിയുണ്ടോന്ന് നോക്കണേ. മുന്നോട്ടോ? ഗൈസ് പ്രതികാരദാഹിയെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്. ആദ്യം അതിലിരുന്ന് ഇതില് 2 ഞങ്ങളിരുന്ന് ഏതാ എനിക്കൊരു ഐഡിയ കിട്ടണില്ല. ഇതിലുണ്ടോ? വേറെ ശ്വാസം വിടൂലേ? ഒന്നും കേൾക്കണില്ല. ടൈം എത്രയായി? 2 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. നിന്നെ പറ്റിക്കാൻ വേണ്ടി കഴിഞ്ഞ റൗണ്ടിൽ ഇരുന്ന അതേ സിലിണ്ടറിൽ തന്നെ ഇരുന്നുണ്ടാവോ? 2 മിനിറ്റ് ബാക്കി. ഞാൻ ആ പിങ്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഏത് സെലക്ട് ചെയ്യാൻ പോണേ? റെഡി? ആരില്ല ഗൈസ്. എന്റെ ഒരു ചാൻസ് കഴിഞ്ഞു. എനിക്ക് 2 ചാൻസ് ഉള്ളൂ. ഇനി ഇതില് നീറ്റായിട്ട് നിൽക്കുന്ന ഇതാണ് ഗൈസ്. പക്ഷെ ഇതിൽ നേരത്തെ ഒന്നും ചിലപ്പോൾ ഇതിൽ നിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ ഈ ഗ്രീൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ റെഡി? കൊടുക്കട്ടെ. ഓ ആരില്ല. 1 മിനിറ്റ് 15 സെക്കൻഡ് ബാക്കി. ബ്ലൂ വേണ്ട ഗൈസ്. അടുത്തത് ഞാൻ ഈ പിങ്ക് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതിന് എന്തോ ഒരു വശവശങ്ങളുള്ള പോലെ തോന്നി. കൊടുക്കട്ടെ. ആരില്ല. അടുത്ത റൗണ്ടിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കണം. എന്റെ 3 ചാൻസ് കഴിഞ്ഞ 5 ശ്രീ. ദുഷ്ടമാരെ ഇതിൽ പോയി നിന്നാ. എന്തൊരു കസാണ്.
എനിക്ക് ഒളിക്കണോ, എനിക്ക് കണ്ടുപിടിക്കണ്ട. ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി, കള്ളന് പണിഷ്മെന്റ് കൊടുക്കാനുണ്ട്. വേഗം പുറത്തിറക്ക്. എന്നെ ആരെങ്കിലും ഒന്ന് ഇറക്കുവോ? ഞാൻ ഇറക്കി തരാം. നടന്നു പോവല്ലേ? അങ്ങനെ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ട്രൈ അടിച്ചു ഗൈസ്, 3 എണ്ണം ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയില്ല സെല്ലു, പോലും വിടുന്നില്ലേ? ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പക്ഷെ ഈ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന പേടിയായിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ സ്ത്രീനോട് പറഞ്ഞു ഇപ്പൊ എങ്കിലും ഇരിക്കണ്ടെന്ന്, ഇല്ലെങ്കിൽ പിന്നെ ഈ പോയിരുന്നിട്ട് പറയാതെ വരണം. ഇന്ന് നേരെ കേറി വന്നിട്ട് ഒന്നും മിണ്ടാതെ സെലക്ട് ചെയ്തിട്ട് പോണം. വാ മീശ അടിച്ചോ. വാ. അല്ല മീശ വേണ്ട, ഈ കളർ അതെനിക്ക് ഇഷ്ടല്ല അഞ്ചി. ഇഷ്ടമല്ലെങ്കിൽ അതന്നെ കൊടുക്കണം. അതെനിക്ക് ഇഷ്ടം തന്നെ. എവിടെ കൊടുക്ക ശ്രീ? അതെനിക്ക് തോന്നുന്നു ഡെക്കറേഷൻ ഇങ്ങനെ കൊടുക്കാല്ലേ? എന്നാ പിന്നെ കേക്കിലൊക്കെ ഇങ്ങനെ ഹായ് റെഡ് കളർ മറ്റേ ഹിജാബ് ഇട്ടായിരുന്നു. ഇവിടെ കുറച്ച് വൃത്തിയാവണ്ടേ? എനിക്കുണ്ട് സൗണ്ട് കേൾക്കണ പൊട്ടറേ. നല്ല രസമുണ്ട്. ഇനി കളറൊന്നും വേണ്ടല്ലോ, ചെല്ല് ഞങ്ങൾ വേറെ വിളിക്കട്ടെ. പോട്ടെ, ഇത് ഒരിക്കലുണ്ട് തുടച്ചളയട്ടെ. എനിക്ക് നല്ല ദുരന്താണ് ഗൈസ് ഈ ഗെയിം. ഗൈസ് എനിക്ക് ഒളിച്ചു മടുത്ത്, ഇനി എനിക്ക് കണ്ടുപിടിക്കാൻ പോണത് ഇതൊരു ത്രില്ലില്ല ഗൈസ്. 3 പ്രാവശ്യം ജയിച്ചപ്പോഴേ എനിക്ക് എന്താ ചെയ്യേണ്ടത്? അല്ല ഞാൻ പറയുമ്പോഴേ ഇതുവരെ ഞാൻ അതിലിരുന്നിട്ടില്ല. അപ്പൊ ഒരുവിധം എല്ലാത്തിലും ഇരുന്ന പോലെ എനിക്ക് തോന്നുന്നത് അതിലിരുന്നാലോ. ഇരുന്നു. ഇന്നിന് അടി ഇട്ടും തോന്നുന്നില്ല. എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ട് അടി കിട്ടും. എന്തായാലും ഇതിലിരിക്കാം. ഞാൻ ഈ പച്ചലിരുന്നാലോ? ഇത് നേരത്തെ ഒരു അടി കൊടുത്തതാണ്. 2 പച്ച. 2 പച്ച. ഞാനും ഷാമിയും കൂടി ആയിരുന്നു അത്. ഇനി ഞാനും ഇവളും കൂടെ ഒന്ന്. ഇതില് നേരത്തെ അടിച്ചോണ്ട് ഓള് നേരത്തെ തന്നെ വരുമോ? ഇല്ല, ഇന്നെങ്ങാനും കണ്ടുപിടിച്ച എന്നെ കൊല്ലും ഞാൻ. ഈ പച്ച ഇക്കര പച്ച എനിക്ക് തന്നെ കണ്ടുപിടിക്കുന്നൊരു തോന്നല്. കണ്ടുപിടിക്കാനെ പിടിക്കട്ടെ. അതായത് ഈ ചാലഞ്ചിൽ ഇവളെ ലെക്ക് വെച്ചിട്ടേ മിക്കവാറും ഇന്നെ കണ്ടുപിടിക്കാനാ ചാൻസ് എനിക്ക് തോന്നുന്നത്. അല്ല അത് പറയാൻ പറ്റില്ല. ഈ ചല്ലുന്ന പൊസിഷൻ കറക്റ്റ് ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. പിന്നെ എനിക്ക് വെറുതെ കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിയൊന്നുമില്ല, ഞാൻ പറഞ്ഞോളൂ. ഞാൻ അതിൽ തന്നെ ഇരിക്കല്ലേ, എനിക്ക് എവിടെയാണ്. ഞാൻ റെഡിയാണ് ഗൈസ്, എനിക്ക് ടെൻഷനാണ്. മിക്കവാറും ഇന്നെ ആയിരിക്കും വന്ന് പോക്കുക. ഞാൻ റെഡിയാണ്, ചിലപ്പോ എന്നെ പൊക്കും എന്നാലും കുഴപ്പമില്ല. എനിക്ക് ടെൻഷനാണ് ഗൈസ്. ഇത് റെഡിയല്ല. ഒരു മിനിറ്റ് റെഡിയായി. ഓക്കെ, എന്റെ മുഖെല്ലാം കൂടെ സ്ട്രോബെറി കേക്ക് പോലെ ആയിട്ട് വിപ്പിംഗ് ക്രീം ഒക്കെ തേച്ചായിരുന്നു എന്റെ മുഖെല്ലാം കൂടെ. ഇതെനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. ഇതിൽ എന്തായാലും ഇല്ലേ ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. ഇത് ഞാൻ എന്തായാലും ഈ എല്ലാ സിലിണ്ടറിന്റെ അടുത്ത് പോയി നോക്കിയിട്ട് ഇനി അടുത്തത് ഞാൻ അടിക്കുള്ളൂ കേട്ടോ. 2 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. എനിക്ക് വിഷയമല്ല. ശ്വാസം വലിക്കൂല്ലേ, അതാണ് എനിക്ക് ഒരു സൗണ്ട് കേൾക്കണില്ല. ഞാൻ 1 മിനിറ്റ് 50 സെക്കൻഡ് ബാക്കി. ഫസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്യണോ എന്തോ, ഇത് ചെറുതായിട്ടൊരു നീങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്യാണ് കേട്ടോ. കിട്ടി. ആരാ? ശ്രീയാ? ഇനി അടുത്തത് 5 കേസ്. 5നും കൂടെ കിട്ടിയെങ്കിൽ സന്തോഷായി. അല്ല ശ്രീനാലും മതി എനിക്ക്. 1 മിനിറ്റ് 10 സെക്കൻഡ് ബാക്കി. 1 മിനിറ്റ് 10 സെക്കൻഡ് ബാക്കി. ഇവരെ അടുത്തടുത്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഗൈസ് ഞാൻ ഈ ഗ്രീൻ സെലക്ട് ചെയ്യണോ? ഗൈസ് ഞാൻ ഈ ഗ്രീൻ സെലക്ട് ചെയ്യണേ. എനിക്ക് തോന്നി 5 മറ്റേ ഒരേ കളറിൽ നിൽക്കാന്ന് പറഞ്ഞ സംഭവം ചിലപ്പോ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. മാമളെ പോരി ഇറങ്ങിക്കോ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് പണിഷ്മെന്റ് കൊടുക്കാനില്ല. പിന്നെ അടുത്തത് കളർ. അല്ല നമുക്ക് ഒരാൾക്കും കൊടുക്കാനുണ്ട്. വാ, ഞാൻ എന്റെ പ്രാക്ടീസ് ഓളും കൂടെ മനസ്സിലാക്കി കളഞ്ഞു. 2 പച്ച. അതിനോട് ഞാൻ നേരത്തെ ഓളിനോട് ചോദിച്ചതാ കൈ സൈഡിൽ നിൽക്കണ്ടല്ലോ, ഞാൻ നിർബന്ധിച്ച് നിർത്തിയതാ. എന്റെ അടുത്ത് പറഞ്ഞ ഐഡിയ ശ്രീന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യാൻ പാടുണ്ടോ? പക്ഷെ അതല്ല, അത് പിന്നെയും പ്രയോഗിക്കുന്നുള്ള ബുദ്ധി കണക്കുണ്ട് എനിക്കറിയാലോ. ചെയ്യൂലല്ലോ, അത് വെച്ചിട്ടല്ലേ ഞാൻ ചെയ്തത്. സാരല്ലടാ, ഇനി അടുത്ത വേറെ ഏതെങ്കിലും കളർ മീച്ച് തരാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സാധനം കൊടുക്കാതെ പിരികം വരയ്ക്കാനുണ്ട്. അങ്ങനെ കുറെ പണിയുണ്ട്. വാ നടക്ക്. ഇനി നമുക്ക് ശ്രീക്ക് മൂക്ക് കൊടുക്കാം കേട്ടോ.
അല്ല 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 വേറെ മൂക്ക്, പൂച്ചയുടെ മൂക്ക് വേണ്ടേ? അങ്ങനെ വട്ടാക്കിക്കോ, അതാ വട്ട വാങ്ങി എന്നാ വട്ട കൂടെ നിന്ന് ചതിക്കുന്നു. അയ്യോ സോറിടാ, അത് കാണുമ്പോ ഒരു വൃത്തി വേണ്ടെന്ന് വെച്ചിട്ടാ. ഇത് നല്ല വട്ടാക്കിയിട്ട് നമുക്കൊരു പിരിക്കും കൂടി ഇങ്ങനെ ഇങ്ങനെ ശ്രീക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പൊട്ടില്ല പൊട്ടല്ല പൊട്ടല്ല, ഇത് വൃത്തിയാക്കിയതാ. വല്ല ഭംഗിയും കണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ, സിലിണ്ടറിൽ ഒളിക്കുന്നോണ്ട് നന്നായി, അല്ലെങ്കിൽ ഇതിനെ കണ്ട് പേടിച്ചത്. ഞാൻ പോട്ടെ. ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഇവര് തമ്മിലാന്ന് തോന്നുന്നു ഗെയിം. കുഴപ്പമില്ല, നടക്കുമ്പോൾ 5 ഇതിലില്ല. പക്ഷെ ഒളിക്കാൻ ഒരു കഴിവ് വേണം, മനസ്സിലായില്ലേ? ഓക്കെ, പോവാ ഗൈസ്. ഞാൻ പിരികം നന്നാക്കി എഴുതി തരാം. വേണ്ട, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അണക്കുള്ളതും കൂടി എനിക്ക് കിട്ടുന്ന തോന്നുന്നത്. ഒളിക്കാം ഗൈസ്, ഞാൻ ഒളിക്കുന്നതൊക്കെ ജയിക്കുന്നോണ്ടാന്ന് തോന്നുന്നു അല്ലേ? നോക്കട്ടെ, കുറച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെ 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 അതെ. ഞാനിപ്പോ ഏതിലൊക്കെ ഒളിച്ച്, ഇതിലൊളിച്ച്, ഇതിലൊളിച്ച്, അതിലൊളിച്ച്, ഇതിലൊളിച്ച്, ഇത്ര എണ്ണത്തില. ഗ്രീനിൽ ഒളിച്ചില്ലേ? ഗ്രീനിൽ ശ്രീ ഒളിച്ച്. ഞാനൊന്ന് പറഞ്ഞുണ്ടാ, ഈ ടെൻഷൻ ആവുന്ന അടുത്ത് തന്നെ കണ്ടുപിടിക്കാൻ പാടില്ല. അത് ഈ അങ്ങനെ ചെയ്ത് വെച്ച് പോയി. പിന്നെ എന്താ ചെയ്യാ? ബ്ലൂവിൽ ഒളിച്ചാലോ? ഒളിച്ചോ അല്ലേ? അതൊക്കെ കണ്ടിട്ട് ഒരു നല്ലൊരു ഇത് തോന്നണേ. ഒളിച്ചോ, ഈ ഒളിച്ചോ, എന്നിട്ട് ഞാൻ ബാക്കി എന്റെ നോക്കിക്കോളാം. അടുത്ത ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കഥ. നിക്കണില്ലേ? തിരിയോടെ ഇങ്ങോട്ടാ ഷാമി. ആണോ? ബാ പോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? നല്ല നിർത്തിട്ട് പോ. എന്ത് നല്ല നിർത്തിയിട്ട്? നല്ല നിർത്തിയിട്ടാണുള്ളത്. ഇനി ഒന്ന് നോക്കട്ടെ. ഞാൻ ആ പിങ്കിലേക്ക് പോയാലോ? ആ പിങ്കിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. അല്ലെങ്കിൽ ഇരുന്നേൽ തന്നെ പിന്നെ ഇരിക്കണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒന്നും പറയണ്ട. ഇങ്ങോട്ട് നേരത്തെ ശ്രീ ഇരുന്ന പച്ച തന്നെ ഇരുന്നോ? ഇതിലോ? ആ പിങ്കിൽ ഇരുന്നാലോ? അതെ, അതിലിരിക്കാം അല്ലേ? ഞാൻ ഇതിലിരിക്കാം ഗൈസ്. ഞാൻ റെഡി ഗൈസ്. പേടിയാന്ന് ഗൈസ്, കണ്ടുപിടിച്ച് എന്റെ കഥ കഴിഞ്ഞ് റെഡി ഗൈസ്. അങ്ങനെ എന്റെ ടേൺ ആയിരിക്കാണ്. ഇത്തവണ എനിക്ക് രണ്ടുപേരെയും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇനി രണ്ടുപേരെയും കണ്ടുപിടിക്കാം. 3 മിനിറ്റ് അല്ലേ? ഉള്ളിലേക്ക് പൊടി വരാലോ, തുമ്മുണ്ടോ നോക്കാലോ. ഒരു മിനിറ്റ് കഴിഞ്ഞേ. ഇതെനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ട്. എന്താന്ന് പറഞ്ഞൂടാ. ഞാൻ ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ ചാൻസ് ആണ് ഗൈസ്. ഇത് വേണോ ഇത് വേണോ? ഈശ്വര, ഇതൊന്നും മനസ്സിലാവണില്ല. ഇത് സെലക്ട് ചെയ്യാൻ ഞാൻ. അയ്യോ, ഇത് ഞാൻ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തില്ല. അടുത്ത റൗണ്ടിൽ ഞാൻ തന്നെ നിൽക്കേണ്ടി വരും. എനിക്ക് എന്തോ ഇവിടെ വേണ്ടാത്തതും ചിലപ്പോൾ തെറ്റിയാലോ അല്ലേ? ഇനി ചിലപ്പോൾ ഫ്രണ്ടിലാണെങ്കിലോ. ബാ ബാ, 1 മിനിറ്റ് 10 സെക്കൻഡ് ബാക്കി. ഞാൻ ഇത് സെലക്ട് ചെയ്യാം. പക്ഷെ 5 എനിക്ക് കിട്ടിയത്. 5 പിടി കൊടുക്കാതെ നടക്കരുത്. ചിലവരിവിടെ പറഞ്ഞിട്ടായിരുന്നു ഒളിച്ചിരിക്കാണെന്നാണ് ഒരു കഴിവെന്ന്. അത് ഷാമി നടക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇറക്കാം. അതാ നന്നാവുക. ബാ, അന്നത് എന്തായാലും ഞങ്ങൾ പുറത്തിട്ടിരിക്കും. നമുക്ക് രണ്ടാൾക്കും കൂടി പണിയെടുക്കണ്ട. പിന്നെ ബാ ബാ. 5 എക്സൈറ്റഡ് ആണ് ഗൈസ് അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അല്ലേ? ഗൈസ്, ഞാൻ 5ക്ക് റെഡ് ആണ് കൊടുക്കുന്നത്. അഥവാ ഇത് പോയില്ലെങ്കിൽ ബ്ലഷ് ആക്കാലോ. ബ്ലഷ് പോലെ കൊടുക്കുക. അതെ, ഇതൊക്കെ ബ്ലഷ്. ഇതെങ്ങാനും പോയില്ലെങ്കിൽ
ഇങ്ങനെ തിരമാല അതിനുള്ള സ്പേസ് വിടില്ല തിരമാലയാ? ഞാൻ പൂച്ചയല്ല. പൂച്ച പൂച്ച എല്ലാരും പൂച്ച ഞാനും പൂച്ച. അതാ കണ്ട ചിരിക്കരുതേ, സാധനം വരയ്ക്കുന്ന തെറ്റിപ്പോവും. ഇതൊക്കെ ഒരു എയിമില് ചെയ്യുന്നതാണ്. ഇനി മുകളിലൊരു വരി. അയ്യോ ഒരു പീസ കേറിട്ടു, ഒരു പീസ കുഴപ്പമില്ല. ഞാനിനി ഒരു പ്രാവശ്യം ഒന്ന് എന്താ പറയാ കള്ളനായി ഇറങ്ങട്ടെ guys. ഒരു മൂക്കും കൂടി തരട്ടെ? മൂക്കിനുള്ളതായിട്ടില്ല. അത് അടുത്തത് ഞാൻ ആയുധം പിടിച്ചോളൂ. ഒളിക്കില്ലേ? വിളിക്കാൻ പോവാ. ഇത്തവണ ഷാമി ശ്രദ്ധിച്ചാൽ മതി, കാരണം അഞ്ചിന്റെ എയിമ ഷാമിയാണ്. അല്ല ഞങ്ങൾ രണ്ടാളും അടുത്തടുത്ത് നിൽക്കാന്നാ വിചാരിക്കുന്നത്. അതാകുമ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ചാൻസ് കുറവാണ്. ശ്രീ ഈ പച്ചയിൽ, ഞാൻ ഈ പൈലറ്റിൽ ഒളിച്ചേക്കാം. ഓക്കെ, ഇതിൽ നേരത്തെ പേര് രണ്ടാളും ഒളിച്ചു. ആരെയും ഇതിൽ ഒളിച്ച് ആരും ഒന്നും ഒളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. എനിക്ക് പേടിയാണ്. എനിക്ക് ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കാനുള്ള അവസരം കിട്ടിയത്. ഞാൻ മാക്സിമം മുതലാക്കണം. സലി ഒരു മിനിറ്റ്. ഓക്കെ, തുടങ്ങിയല്ലേ? നമുക്ക് ഓരോന്നിലും പോയിട്ട് മെല്ലെ മെല്ലെ നോക്കിയിട്ട് ആ കണ്ടു മനസ്സിലാവാൻ പാടില്ല. ഞാൻ സമയം എത്രയായി? 1 മിനിറ്റ് 48 സെക്കൻഡ് ബാക്കി. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഈ ഭാഗത്തുള്ളതെന്ന്? ശരിയാക്കി തരാം ഞാൻ. ഒരു മിനിറ്റ് 10 സെക്കൻഡ് ബാക്കി. ഇത് വേണോ എന്നുള്ള ഡൗട്ടിലാണ് കേട്ടോ ഞാന്. ഇത് വേണോ അത് രണ്ടും ഇനി ഇതാണോ? 1 മിനിറ്റോ 5 സെക്കൻഡ് ബാക്കി. ഇതെടുക്ക ഗൈസ്, ഇതാ നല്ലത്. ഇത് ഞാൻ എനിക്കിങ്ങനെ തോന്നി. ഞാൻ ഓരോന്നിലും വന്നു നോക്കി. പിന്നെ ഞാൻ അത് രണ്ടും എടുത്താലോന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ഇത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ആ കഴിഞ്ഞ് ഇറങ്ങി. ശ്രീ എവിടെ ഇല്ലേ? സിലിണ്ടറിലില്ലേ? അടുത്തടുത്തായിരുന്നല്ലേ? ശ്രീ എന്നോട് പറഞ്ഞ ശ്രീക്കുള്ള പോലെ തന്നെ പണിത് കൊടുക്കാൻ. അതാ നല്ലത്. ഏത് കളർ വേണം? ഗ്രീൻ തരട്ടെ? ഗ്രീൻ സെറ്റ് ആയിരിക്കും. എന്തായിരുന്നു? കണ്ടില്ലേ? ഇത് കണ്ട് നോക്കി വരയ്ക്കാനല്ലേ ഉള്ളൂ. അതെ, നല്ല കളർ കോമ്പോ അല്ലേ? യെല്ലോയും. ആ മൂക്ക് മൊത്തം അടിച്ചുകൂടെ നമുക്ക് അതുകൂടി ബാക്കിയുള്ളൂ. അല്ല, അത് ഞാൻ റൗണ്ട് ആക്കാൻ ശ്രമിച്ചു. കുറച്ച് പേസ്റ്റ് എഴുതിയേക്ക്. പക്ഷേ പേസ്റ്റ് അല്ല, പെയിന്റ്. എന്നോട് അധികം പറഞ്ഞത് മോത്തി എന്തേക്കും. അങ്ങനെ വെറൈറ്റി പിരികായിക്കോട്ടെ. കൊള്ളാം. നന്നായി. നല്ല കട്ടിയുള്ള പിരികാണോ? വളരെ ഇഷ്ടം. ഇത് ചെറുതായിട്ട് പിരികത്തൊന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ദിഗംബര ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. കൂട്ടുപിരികായിക്കോട്ടെ. കഥകളി പോലെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കണ്ണോട് ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കഥകളി. ഗെയിം ഇവിടെ അവസാനിക്കാണ്. ഗെയിം അവസാനിപ്പിക്കുകയും ഞങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഞങ്ങൾ മാറി. പ്രത്യേകിച്ച് ഷാമി. ഷാമിക്ക് 3 പണിഷ്മെന്റ്, 2 പണിഷ്മെന്റ്. എനിക്ക് ഒരൊറ്റ പണിഷ്മെന്റ് ആണ് ഗൈസ് കിട്ടിയത്. വേറെ ഒന്നും കിട്ടി. എന്തായാലും എല്ലാവർക്കും നല്ലോണം പണിഷ്മെന്റ് ഒക്കെ കിട്ടി വയറ് നിറഞ്ഞ്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. പ്രത്യേകിച്ച് എനിക്ക് ഈ മുഖം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈ മുഖം
ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ മുഖങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം. ഷാമി പറയാ എങ്ങനെയാ ഈ മുഖമൊക്കെ വെച്ച് ലൈക്ക് ചെയ്യാൻ പറയാന്ന്. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ this is ശ്രീലക്ഷ്മി. This is ഷാമിയ. This is Sanjana. Signing off.